voice shalt thou hear in the morning, O Lord. In the morning will I direct my prayer unto thee and look up. നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങേണ്ടതായ അനുഭവം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആരംഭത്തിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് വേണം. In order to receive divine blessings, this is the readiness we should have. We should have a life of prayer. ആത്മീയരായ ദൈവമക്കൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചാണ് ഇറങ്ങാറുള്ളത്. Children of God who are spiritual, before leaving their house they will pray a word. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആത്മീയരായ ജനങ്ങൾ ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അയക്കാറുണ്ട്. Children before going to school, if the parents are spiritual, they will pray for them and then send them. എല്ലാ കാര്യങ്ങളും തുടക്കം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ കൂടെയാണ്. The beginning of everything is prayer. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് പ്രാർത്ഥന അനുഭവം വേണം. Beloved children of God, in our life, in order to receive divine blessings, that which is priority needed is prayer. ആ ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം, these are the preparation or readiness to receive divine blessings. അത് പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കുന്നതാണ്. We receive it through prayer. 63-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ, when we read in Psalm 63 and verse 1, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. early will I seek thee. എങ്ങനെ എപ്പോഴാണ് അന്വേഷിക്കേണ്ടത്? When should we seek God? അതികാലത്തെ ഞാൻ അന്വേഷിക്കും. Early in the morning I will seek thee. രാവിലെ അന്വേഷിക്കണം. Early in the morning എന്ന് പറഞ്ഞാൽ, which means പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ ജീവിതം തുടരണം. our life we should begin with prayer. കുഞ്ഞുങ്ങളെ അങ്ങനെ അഭ്യസിപ്പിക്കും. You should train your children also likewise. അങ്ങനെ ചെയ്താൽ if you do so, അതിൽ കൂടെ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. through that you can receive a blessing. ദൈവമക്കളെ, beloved children of God, പ്രാർത്ഥനാ അനുഭവം ഒരു കുടുംബത്തിൽ ഇല്ല എങ്കിൽ, if there's no prayer life in a house, അത് പരാജയത്തിന്റെ ഒരു ഭവനമാണ്. and it is a house of failure. കാരണം because നിനക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ, when you face affliction, sorrow and grief, ദൈവത്തോട് വിളിച്ചാൽ ഒരിക്കലും ദൈവം വിളി കേൾക്കത്തില്ല. if you call upon the Lord, he will never answer. വിളി കേൾക്കണമെങ്കിൽ in order to answer, പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. prayer life always should be found in your life. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ആരംഭിച്ചാൽ അത് നിശ്ചയമായും വിജയത്തിലേക്ക് ചെന്നെത്തുവാൻ കഴിയും. when we begin so our life with prayer, then we will be victorious. നമുക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നും തടസ്സമുണ്ടാകില്ല. no blessings which we ought to receive will be hindered. 119-ാം സങ്കീർത്തനം 147-ാം വാക്യം വായിക്കുമ്പോൾ, when we read Psalm 119 and verse 147, 147-ാം വാക്യം, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. I prevented the dawning of the morning and cried, I hoped in thy word. ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. in the dawning of the morning we have to wake up and pray. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്, before sunrise, വെളിച്ചം കാണുന്നതിന് മുൻപ്, before seeing light. അതെപ്പോഴാണ്? when is it? അതാണ് വെളിപ്പടിയുള്ള പ്രാർത്ഥന. it is early in the morning. അല്ലെങ്കിൽ രാവിലെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. or morning be on your knees and pray. എനിക്ക് ചില കുടുംബങ്ങളെ അറിയാം. I know some families, വിശ്വാസ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവമക്കൾ പാട്ടുപാടി 2ഉം 3ഉം പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ച് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും ആത്മാവിൽ നിറയുന്നതും അവിടെ പ്രവചിക്കുന്നതായ കുഞ്ഞുങ്ങളുണ്ട്. ആ നിലയിൽ വളരെ സന്തോഷമായി കുടുംബ പ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. I know of some families where the family prayer will be conducted in this manner. They will sing just like as we pray in the faith home, three songs, and after that everyone together will get filled in the spirit, and the father, mother, children, everyone together will get filled in the spirit, and also the children will prophesy in that manner a blessed prayer. അതിൻ്റെ ആയിരിക്കുന്ന അനുഗ്രഹം ആ കുടുംബത്തിൽ ഉണ്ടായി.
ഉണ്ടായിരിക്കും. And by reason of it, blessings also come upon that house. ദൈവത്തിന് മഹത്വം. Glory be to God. എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ടാകട്ടെ. In all houses it should be found so. നമ്മുടെ ഇവിടെ എല്ലാവരും ദൈവമക്കൾ കൂടി വന്നിരിക്കുകയാണ്. All the children of God are gathered here. മീറ്റിംഗ് കഴിഞ്ഞിട്ട് After the meeting, ഭക്ഷണം കഴിച്ച് സന്തോഷമായി പോകുന്നു. after your meals, everyone will return joyfully. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കാം, But while you might be here അല്ലെങ്കിൽ പോകുന്ന വഴിയായിരിക്കാം, or in your journey, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമ്മൾ യോഗ്യരാകണം. if our Lord God would come, then we should be worthy to be caught up. എല്ലാ അനുഭവങ്ങളും ഉണ്ടെങ്കിലും Even though all experiences we possess, പ്രാർത്ഥന അനുഭവം ഇല്ലെങ്കിൽ പരാജയമാണ്. if prayer lacks, then you are in failure. എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കാം, I can preach, അല്ല പാടാൻ കഴിഞ്ഞേക്കാം, I can sing well, എന്താണ് എല്ലാത്തിനും കഴിവുണ്ടായിരിക്കാം. I might have the skill for പക്ഷേ everything. ദൈവസ്ഥനി മുഴങ്കാൽ മടക്കുന്ന വ്യക്തികളെ മാത്രമാണ് ദൈവം മാനിക്കുന്നത്. But God will honor only those who be on their knees in God's presence. അതിന് ഉദാഹരണമാണ് മാർത്തയും മറിയയുടെ കഥ. And the story of Martha and Mary is an example for it. മാർത്ത കുശിനി വേലയും മറ്റും ചെയ്തിട്ട് വളരെ മുഷിഞ്ഞ് വളരെ കഷ്ടപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു. We say Martha, she was very tired because she labored hard in the kitchen. എന്നാൽ But ദൈവത്തോട് വളരെ ഗൗരവമായിട്ട് മാർത്ത പറയുന്നു, Martha very seriously told the Lord, ഞാൻ തനിയെ ഈ കുശിനി കഷ്ടപ്പെടുകയാണ്. I am alone here suffering a lot in the kitchen. അവള് നിന്റെ പാദത്തിൽ വന്നിരിക്കുകയാണ്. But she is sitting at thy feet. അവളെ ഇങ്ങോട്ട് പറഞ്ഞയക്കണം. Send her to me. യേശുവിനോട് വലിയ ധൈര്യത്തോടാണ് പറയുന്നത്. Very boldly she told Jesus. യേശു ശാന്തമായി പറഞ്ഞു. But meekly Jesus replied, മാർത്തേ മാർത്തേ, നീ പലരെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്നു. Martha, Martha, thou art careful and troubled about many things. അല്പമേ വേണ്ടു, One thing is needful, ഒന്ന് മതി. one is enough. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. Mary had chosen that good part. ഏതാണ് നല്ല അംശം? Which is this good part? യേശുവിന്റെ പാദത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല അംശം. Sitting at the feet of Jesus and praying. അതാണ് ദൈവം മാനിക്കുന്നത്. This is what God honors. ഇത്തിരി കുശിനി വേല ചെയ്തു, You had a lot of works in the ഇത്തിരി തുണി kitchen അടിച്ചു, and washed more clothes അല്ലെങ്കിൽ മറ്റു പണികളൊക്കെ ചെയ്തു. and other works also. പല കാര്യങ്ങൾ പറഞ്ഞേക്കാം. But you might have it in many ഞാൻ things to say. ശുശ്രൂഷക്കാരെ പറയാറുണ്ട്, To the servants of God I would say, എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കാം. you might have the ability to do everything. ദൈവസ്ഥനി ഇരിക്കേണ്ട സമയത്ത് ദൈവസ്ഥനി ഇരുന്നില്ല എങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ആമീൻ ദൈവം പറയുക. For none of your works, Lord God will say amen. If you do not be in God's presence at the time when you ought to be there. നമുക്ക് എന്ത് വേണം? What do we need? പ്രാർത്ഥന അനുഭവം. Prayer. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 36, 37 വചനം വായിക്കുമ്പോൾ, Luke the Gospel chapter 2 verse 36 and 37. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ഓക്കെ, എത്ര വലിയ ഭാഗ്യകരമായ അനുഭവമാണ്. See what a great blessed experience it is. 80 എത്ര വയസ്സാ? 84 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് പറയാണ്, ഞാൻ ഉപവാസത്തോടും രാവും പകലും പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥനായിരിക്കുന്നു. An 84-year-old elderly woman, she is saying that both night and day with fasting I was with God. ആ മാതാവിനെ ദൈവം കൈവിടത്തില്ല. That mother of God will not forsake her. ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 5 പേരുണ്ടായിരിക്കാം. There might be 5 members in a family. അത് ഒരു വ്യക്തിയായിരിക്കാം ഇതുപോലെ ദൈവസ്ഥനെ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്നവർ. And it will be one person who would be on his knees in God's presence and pray. ഈ 4 പേരെയും കൈവിട്ടാലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കൈവിടത്തില്ല. Even if God forsake the other 4, this praying person God will never forsake. ഒരു കുടുംബത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ, If there be a person in a family praying, ബാക്കിയുള്ളവര് പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കാം. and others might be entangled in various പക്ഷേ works. ദൈവസ്ഥനിയിൽ മുഴങ്കാൽ മടക്കുന്നവരെ മാത്രമേ ദൈവം മാനിക്കുകയുള്ളൂ. But God will honor only those who be in God's presence. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Beloved children of God, this is what our God നമ്മുടെ desires. എല്ലാ കുടുംബങ്ങളിലും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. In all families, this blessing should be found. പ്രാർത്ഥനാനുഭവം, Prayer, പ്രാർത്ഥിക്കുന്ന ജീവിതം, life of prayer. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. That's what our God desires. പ്രാർത്ഥനാനുഭവം ഉണ്ടെങ്കിൽ Where prayer is, അവിടെ വിജയമാണ്. there
There is victory. ആ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ഒരു സംഘാതകന് കടന്നു വരികയില്ല. The destroyer will never enter that house where prayer is. പ്രാർത്ഥന ഒരു തീയാണ്. Prayer is fire. പ്രാർത്ഥന ഒരു ശക്തിയാണ്. Prayer is power. പ്രാർത്ഥന ഒരു ജീവനാണ്. Prayer is life. അത് ഉള്ള ഭവനത്തിൽ ഒരു ദുഷ്ടശക്തിയും കോമ്പൗണ്ടിൽ വരികയില്ല. In the house where prayer is, no evil power will enter that compound. അത് വിശ്വസിക്കുന്നവരെ കരങ്ങളെടുത്ത് രാജ്യം പറയാമോ? പ്രിയ മക്കളെ, നിശ്ചയമായും നിങ്ങൾ ഇന്നു മുതൽ രാവും പകലും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏറ്റെടുക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. Beloved children of God, I remind you that today onwards you should take a determination in order to pray both night and day. ഒരു അനാത്മനായ ഒരു പൈതൽ ഒരു കുടുംബത്തിലുണ്ടായിരുന്നു. In a family there was a child who was non-spiritual. അവന് ആ കുടുംബത്തിൽ തലവേദനയാണ്. And he became a headache to that house. അവൻ രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകിട്ട് വരുമ്പോൾ ഒരു അക്രമിയായിട്ടാണ് വരുന്നത്. Early he will go from the house, leave the house, and in the evening he will come as an assaulter. പക്ഷേ But ആ മാതാവ് മുഴങ്കാലെ മടക്കിയിരുന്ന് ഈ മകന് വേണ്ടി കരയും. that mother was on her knees and she was praying for the son. ഒരു ദിവസം അവൻ കയറി വരുമ്പോൾ One day when he entered the house, അവന്റെ പേര് പറഞ്ഞിട്ട് നിലവിളിക്കും. she was crying, calling him by his name. എന്റെ കുഞ്ഞ് നശിച്ചു പോയില്ലേ? Oh Lord, this child should not perish. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. Save my child, oh Lord. ഓരോ വാദങ്ങൾ പറഞ്ഞ് അവൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു. He was hearkening to the words which she was uttering. ഞാൻ ഈ കുടുംബത്തിൽ തലവേദനയാണ്. I have become a headache to this ഞാൻ house. പല പ്രാവശ്യം ഞാൻ അമ്മയും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. Many often I have harmed my mother, എങ്കിലും എന്റെ മമ്മി എനിക്ക് വേണ്ടി നിലവിളിക്കുന്നല്ലോ. but my mummy is praying for me. ആ ഒരൊറ്റ നിലവിളി That single cry അവനെ രൂപാന്തരപ്പെടുത്തി that transformed him. ദൈവപൈതലായി മാറി. He became a child of God. അവന്റെ സാക്ഷിയാണ് ഞാൻ പറഞ്ഞത്. His testimony, I said, അവന് ശ്രേഷ്ഠ ആത്മീയനായി മാറി. he is an excellent spiritual person. അതിന് പിന്നിൽ എന്താണ് അറിയാമോ? Do you know what is behind ആ it? മാതാവിന്റെ നിലവിളിയാണ്. Prayer of that mother. അവൻ എങ്ങനെയൊക്കെ നശിച്ചു പോട്ടെന്ന് വിചാരിച്ചില്ല. She did not think let him somehow perish. അനുസരണക്കേട് കാണിക്കുന്ന കുഞ്ഞുങ്ങളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. There are parents who would curse the disobedient children. അരുത്, No. നിനക്ക് ദൈവത്തിൽ അടി കിട്ടും. God, we will be beaten by God. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കല്ലാതെ ഒരിക്കലും ശപിക്കുന്ന ഒരു വാക്ക് മാതാപിതാക്കളുടെ വായിൽ വരാൻ പാടില്ല. Never, no words of curse should proceed out of the mouth of the parents, but they should only bless your children. ബുദ്ധികേടോ അനുസരണക്കേടോ കുഞ്ഞുങ്ങൾ കാണിച്ചാൽ അവർക്ക് ബുദ്ധി ഉപദേശം കൊടുത്ത് അവരെ സ്നേഹിക്കണം. Even though your children are disobedient or do anything foolishly, then you have to give them some instructions and love them. അവർക്ക് വേണ്ടി മുഴങ്കാലെ ഇരിക്കണം. You have to be on your knees for them. അങ്ങനെയുള്ള തലമുറ അനുഗ്രഹിക്കപ്പെടും. That generation will be blessed. അനുസരണക്കേടൊക്കെ മാറ്റും. Disobedience, everything will be കുഞ്ഞുങ്ങളായിട്ട് gone. മാറും. They will become good children. ചിലപ്പോൾ മാതാപിതാക്കൾക്കെതിരായിട്ട് കുഞ്ഞുങ്ങൾ സംസാരിച്ചേക്കാം. Sometimes the children would speak against the parents. ഒരിക്കലൊരു പൈതൽ എന്നോട് പറയാണ്, Once a child told me, ഞാൻ ഇറങ്ങി പോകുമ്പോൾ when I go out, എന്റെ അമ്മ പറയും, my mother will say, അവൻ തിരിച്ചു വരല്ലേ കർത്താവേ. he should not come back, O Lord. ഇങ്ങനെ പറഞ്ഞാ വിടുന്നേ. It's enough to say so. അവൻ നശിച്ചു പോയാ മതി. It is enough for him to അവൻ perish. ഇങ്ങനെ തിരിച്ചു വരല്ലേ കർത്താവേ. He should not come back, O Lord. ഇതാണ് എന്റെ അമ്മയുടെ അനുഗ്രഹം എന്ന് ആ പൈതൽ പറഞ്ഞു. The child would say, this is how my mother would say. ആ പൈതൽ എങ്ങനെ നന്നാവും? How the child would become ആ good. പൈതൽ എങ്ങനെ ശ്രേഷ്ഠരായി തീരും? How the child become ആ excellent. പൈതൽ എങ്ങനെ ഉയരും? How can the child become exalted? അതിന് വേണ്ടി അതിന് പകരമായിട്ട് But instead of that, ആ പൈതലിന് വേണ്ടി മുഴങ്കാലിൽ ഇരിക്കണം. you should be on your knees for that child. അത് അവൻ അനുഗ്രഹിക്കപ്പെടും. Thereby he will be blessed. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രാർത്ഥന ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. Prayer is inevitable in our life. അപ്പോസ്തലപ്രവൃത്തി 10:2 Acts of Apostles chapter 10 and verse 2. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ആരാണ്? Cornelius. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു കുടുംബം. He was a poor man. He always prayed to God. ദൈവത്തിന് സ്തോത്രം. Praise be to God. എപ്പോഴും പ്രാർത്ഥിക്കുന്ന അനുഭവം. Always praying.
അതാണ് ആത്മീയന്റെ ലക്ഷണം. And this is a sign of a spiritual man. എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുക, Always praising God. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക. Always praying. ആര് നമുക്കെതിരായി സംസാരിച്ചാലും praise the Lord, praise the Lord എന്ന് പറയാനുള്ള വാക്ക് നമുക്കുണ്ടാകണം. The words praise the Lord should proceed out of your mouth, even though if someone speak ill of you. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വിജയമാണ്, അനുഗ്രഹമാണ്. Beloved children of God, the experience of prayer is a blessing and also victory in our life. 1 തെസ്സലോനിക്കർ 3:10 വാക്യം. 1 Thessalonians chapter 3 and verse 10. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. വളരെ താഴ്മയോടെ പ്രാർത്ഥിച്ചു പോകുന്നു. We pray very exceedingly. എങ്ങനെ പ്രാർത്ഥിക്കണം? How we should pray? താഴ്മയോടെ പ്രാർത്ഥിക്കണം. Humbly you have to pray. താഴ്മയോടാണോ പ്രാർത്ഥിക്കുന്നത്? Are you praying with humility? വൈരാഗ്യത്തോടാണോ പ്രാർത്ഥിക്കുന്നത്? Or are you owing grudge in that part? പ്രതികാര മനസ്സോടാണോ പ്രാർത്ഥിക്കുന്നത്? Is it with a revengeful heart? കോപത്തോടാണോ പ്രാർത്ഥിക്കുന്നത്? Is it with anger? കർത്താവേ, അവളെ ശരിപ്പെടുത്തണം, Oh Lord, you have to correct her. അവനെ തൊടണം, You have to touch him. അവനെ തൊടണം, You have to touch him. അവനെ അടിക്കണം You should beat him. എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. And there are some more praise so. നിനക്ക് ചിലപ്പോൾ നിനക്കെതിരായിട്ട് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ, If anyone speak against you anything, അവിടെ പേര് പറഞ്ഞിട്ട് നീയും അവനെ തകർക്കണം കർത്താവേ, അവനെ തൊടണം കർത്താവേ, അവനെ വെച്ചേക്കരുത് കർത്താവേ എന്നൊക്കെ പറയുന്നവരുണ്ട്. there are some uttering their name, they will pray unto the Lord, Oh Lord, touch him, O Lord, destroy him, O Lord. കർത്താവ് ഇത് കേട്ടൊക്കെ ചിരിക്കും കേട്ടോ. കർത്താവ് ഇത് കേട്ട് ചിരിക്കും. God will laugh hearing it. യവനെ പോലെ ഭോഷൻ ആരുണ്ട്? Who is the foolish like him? ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, എന്ന് നീ എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചിട്ട് ദൈവം നമ്പരാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. Even though you pray so, Lord God will never do it so. അവൻ കരുണയുള്ളവനാണ്, He is a God of mercy. അവൻ മനസ്സരിവുള്ളവനാണ്. He is a God of compassion. അങ്ങനെയെങ്കിൽ അവൻ കരുണാസമ്പന്നനായിരിക്കുന്നതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് ദൈവം നമ്പരാൻ ചെയ്യത്തില്ല. Because he is plenteous in mercy, answering your prayer, God will not do so to him. അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരായിരിക്കണം. Or we should be the saints of the Old Testament. അവിടെ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അടിച്ചാൽ അടിക്കണം, പല്ലി കടന്നാൽ പല്ലി കടണം, കൈ വെട്ടിയാൽ കൈ വെട്ടണം, കാല് വെട്ടിയാൽ കാല് വെട്ടണം. ഇതായിരുന്നു പഴയ നിയമ പ്രമാണം. As per the Old Testament, if you are beaten, you have to beat. If they have broken your leg, then their leg also should be broken. In this word, you have to take revenge. അത് പഴയ നിയമം. This is the Old Testament. ദാവീദ് മരിക്കുന്നതിന് മുമ്പായിട്ട് സലോമോനെ വിളിച്ചിട്ട് പറഞ്ഞു, Before David's death, he called his son Solomon and said, 2 കാര്യം പറഞ്ഞു. 2 or 3 things he said. സിമിയെ വിളിച്ചിട്ട് നീ അവനെ ഇത് എതിർപ്പം ചെയ്യരുത്, എങ്കിലും അവന്റെ രക്തത്തെ പാതാളത്തിൽ എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ, അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും. അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. അയക്കണം. But thou his whole hair bring thou down to the grave with blood. ഇത് പറഞ്ഞിട്ടാ ദാവീദ് മരിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് ദാവീദ് മരിക്കുന്നത്. And saying this David died. നമ്മുടെ പ്രാർത്ഥന അതല്ല. And this is not our prayer. കർത്താവേ ക്ഷമിക്കണമേ. Oh Lord, please forgive. അതാണ് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞവർ. This is thou who stoned Stephen. ഇവിടെ പാപം നിർത്തലേ എന്ന് പ്രാർത്ഥിച്ചു. They prayed, Oh Lord, remember not their sins. എന്ന് പറഞ്ഞാൽ ഇവരുടെ അകൃത്യം ഒരിക്കലും കണക്കിടലേ എന്നാണ് പ്രാർത്ഥന. Which means, Oh Lord, consider not their iniquities. പ്രിയ ദൈവമക്കളെ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. Beloved children of God, we also should pray so. പ്രതികാരത്തോട് പ്രാർത്ഥിക്കരുത്. We should never pray with revenge. കോപത്തോട് പ്രാർത്ഥിക്കരുത്. We should never pray with anger. നമ്മുടെ സൗമ്യതയോട് പ്രാർത്ഥിക്കണം. We should pray with humbleness. സൗമ്യത മനോഭാവത്തോട് പ്രാർത്ഥിക്കണം. Meekly you have to pray. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. And that is what our God desires. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരു വാക്യോട് വായിച്ച് അത് നിർത്താം. With one more verse I will stop that portion. 1 തിമോഥെയോസ് 5:5 വാക്യം. 1 Timothy chapter 5 verse 5. സാക്ഷാൽ വിധവയും ഏകാകിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും പ്രാർത്ഥനയിൽ ഉറ്റ
പാർക്കുന്നു. പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്നു. She continued in supplications and prayers night and day. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അങ്ങനെ കർത്താവ് പറയട്ടെ. Concerning you and me, let our Lord God say so. അല്പസമയം കിട്ടുമ്പോൾ മുഴങ്കാൽ മടക്കുന്ന വ്യക്തികളെയാണ് ദൈവം മാനിക്കുന്നത്. It is them that God would honor, all those who be on their knees when they get a little time. അത് ശുശ്രൂഷകരായാലും വിശ്വാസികളായാലും. Whether it be servants of God or believers. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ തിരിക്കുമ്പോൾ Today morning when I came from Kottarakara, ഇവിടെ എത്തുന്നവരെയും ഞാൻ ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I was getting filled in the spirit and praised God and prayed till I reached here. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ മക്കളെ, നമ്മുടെ നാവിന് വേറെ ഒന്നും കുഴപ്പമില്ലല്ലോ. Beloved children of God, there's nothing wrong with our tongue. സ്തോത്രം ചെയ്യണം. Keep on praising God. ആത്മാവിൽ നിറയണം. Get filled in the spirit. അന്യഭാഷ സംസാരിക്കണം. Speaking in own tongues. ദൈവത്തെ സ്തുതിക്കണം. Praise God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് ഒന്നാമത് ചെയ്യേണ്ടത് പ്രാർത്ഥന. This is what we should do in order to receive this divine blessings. Firstly, we have to pray. ദൈവത്തിന് സ്തോത്രം. Praise be to God. രണ്ടാമതായിട്ട് Secondly, ഉൽപ്പത്തി പുസ്തകം Genesis 32:24 മുതൽ 29 വരെ വചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മല്ല് പിടിക്കണം. in chapter 32 and verse 24 to 29, we see in order to receive divine blessings, he had to wrestle. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുമ്പോഴും അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കുകയും യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേര് എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം മല്ല് പിടിക്കണം. In order to receive divine blessings, you should wrestle. അഥവാ യുദ്ധം ചെയ്യണം. Or you had to fight. അല്ലെങ്കിൽ പോരാടണം. Or you had to strive. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നെ അനുഗ്രഹിക്ക, ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനെന്നും നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനെന്നും നിന്നെ വിടുകയില്ല. നമ്മൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ എന്ത് സന്തോഷം അറിയാം. If you keep on singing so, what a great joy it എന്നെ will be. അനുഗ്രഹിക്ക, ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിക്ക, ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനെന്നും നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനെന്നും നിന്നെ വിടുകയില്ല. ദൈവത്തിന് മഹത്വം. Glory be to God. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടി മല്ല് പിടിക്കണം, അല്ലെങ്കിൽ പോരാടണം. For a blessing, you have to wrestle or you have to strive. ഉൽപ്പത്തി പുസ്തകം 32:28 വാക്യം വായിക്കുമ്പോൾ When we read from Genesis chapter 32 and verse 28, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. praise be to God. ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. Thy name shall be called no more Jacob but Israel, for as a prince hast thou power with God and with men and hast prevailed. ദൈവമക്കൾക്കെതിരായി, ദൈവമക്കളെ വിശുദ്ധിക്കെതിരായി, ഉയർച്ചയ്ക്കെതിരായി, അനുഗ്രഹത്തിനെതിരായി, നന്മയ്ക്കെതിരായി പോരാടുന്ന ശത്രുവിന്റെ ശക്തിയോട് ദൈവമക്കൾ പോരാടി ജയമെടുക്കണം. Children of God should strive against the power that worketh against the children of God, against their holiness, against the exaltation and against all the benefits that they ought to receive from God. നമുക്ക് പോരാട്ടം കഴിക്കണം. We should strive. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ Genesis chapter 49 25 വാക്യം. verse 25. നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കും. He will bless thee. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ In order to receive blessings, മല്ല് പിടിക്കണം, you should wrestle, അല്ലെങ്കിൽ പോരാടണം. or you have to strive. നമ്മുടെ അനുഗ്രഹത്തിൽ തടസ്സമായിരുന്ന ആ ശത്രുവിന്റെ ശക്തിയോട് നമ്മൾ പോരാടണം. We have to strive against that wicked power that is hindering our blessing. പ്രിയ മക്കളെ, അങ്ങനെ പോരാടുമ്പോൾ ശത്രു പരാജയപ്പെടും, നമുക്ക് ജയം ലഭിക്കും. Beloved children of God, when we strive so, our enemy will fail and we will have victory. നമുക്ക് പോരാട്ടമുള്ളത് But for we have conflicts, രക്തങ്ങളോടല്ല, not against flesh and blood, വാഴ്ചകളോടും but against അധികാരങ്ങളോടും principalities, powers, സ്വർഗ്ഗങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും against the rulers of the darkness of this world. ദൈവത്തിന് സ്തോത്രം. Praise be to God. സ്വർഗീയമായിട്ടുള്ള ദൈവീയമായിട്ടുള്ള അനുഗ്രഹം വേണ്ടാതെ ആരും വെക്കില്ല. No one will say, I do not want the heavenly or divine blessings. ഒരാള് നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ അനുഗ്രഹം എനിക്ക് വേണ്ടെന്ന് പറയുമോ? Will we say, I do not want your blessing, when a person who desires to bless us? അതുകൊണ്ടാണ് ദൈവമക്കൾ വിദേശ രാജ്യങ്ങളിലും മറ്റൊക്കെ പോകുമ്പോൾ നടത്തിപ്പാരയക്കുമെന്ന് പ്രാർത്ഥിച്ചു പോകും. കർത്താവേ, എന്താണ് ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ, യാത്രയിലെയും സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അയക്കുന്ന ആ അനുഗ്രഹമാണ്. And when our children of God, they go abroad, they will come to the leaders and get prayed, and we will pray, oh Lord, bless them, be with them in their journey. When we pray in this manner, it will turn out to be a great blessing for them. എവിടെ പോയാലും പ്രാർത്ഥിച്ചേ പോകാം. Wherever you go, you should go with prayer alone. നമ്മുടെ കൊട്ടാരക്കരത്തെ വിശ്വാസി കുടുംബം, One of our believer family from Kottarakara, അവര് ദുബായിൽ പോകുന്ന സമയത്ത് while going to Dubai, അവര് പോയ ഫ്ലൈറ്റിന് തീ പിടിച്ചു. that flight caught fire. എല്ലാവരും വാതിലെല്ലാം ഡോറൊക്കെ തുറന്നു. Every doors were opened. ഒരു ഒരു വാതിലുണ്ട്. There was an emergency exit. അവർ ചെയ്തെന്താ അറിയാമോ? Do you know what they did? അതിലെ കൂടെ കുഞ്ഞുങ്ങളെ ആദ്യമേ എന്ത് ചെയ്തു? ഇറക്കി വിട്ടു. Firstly, they sent all the children പിന്നെ of ഭാര്യ village, ഇറക്കി വിട്ടു, and then wife. ഭർത്താവിനെ ഇറക്കി വിട്ടു. ഭർത്താവ് ഇറങ്ങി, Husband also came out, അവിടുന്ന് ഓടി മാറി. and everyone flunked in that place. ഓടി ഈ നമ്മുടെ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ തൂണിന്റെ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് ഫ്ലൈറ്റ് കത്തി. But before they reached almost the space of the third pillar, that flight was already broken. കരഞ്ഞുകൊണ്ട് സാക്ഷി പറഞ്ഞു. With tears he was testifying. എങ്ങനെ അയച്ചെന്നറിയാമോ? Do you know how it was? കർത്താവേ, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. Oh Lord, preserve thy children. ഞാൻ സാധാരണ ദൈവമക്കളെ പ്രാർത്ഥിച്ച് അയക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് അയക്കാറുണ്ട്. Usually when I send the children of God by prayer, I will cry for them and send them. കർത്താവേ, നിന്റെ ഉള്ളം കയ്യിൽ അവരെ സൂക്ഷിക്കണം. Oh Lord, preserve them in thy hands, O Lord. അത് അനുഗ്രഹമാണ് ദൈവമക്കളെ. And it is a blessing for them. അവിടെ നിങ്ങൾ എവിടെ പോയാലും ശുശ്രൂഷ അയക്കുമെന്ന് പ്രാർത്ഥിച്ചേ പോകും. Wherever you go, come get prayed from the servants of God and go. അവിടെ സുരക്ഷിതത്വമുണ്ട്, There is safety, അവിടെ അനുഗ്രഹമുണ്ട്. there is blessings. നിശ്ചയമായും നമുക്കെതിരായി ശത്രുവ് പോരാടുമ്പോൾ ആ പോരാട്ടത്തിൽ ജയമെടുക്കുവാൻ നമ്മൾ മല്ല് പിടിക്കണം. When enemy would strive against us, in order to become victorious, we had to wrestle against him. ലൂക്കോസ് 13:24 വാക്യം. Luke the Gospel chapter 13 and verse 24. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇടുക്കുവാതിലൂടെ പോരാടുവീൻ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലാതാനും. Strive to enter in at the straight gate, for many, I say unto you, will seek to enter and shall not be able. റോമാലേഖനം 15:31 വാക്യം. Romans 15:31. റോമർ 15:31. ഞാൻ ദൈവീഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ഞാൻ വന്നാൽ എന്നോടുകൂടെ നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കണം. Writing his epistle to the church, St. Paul says, when I come there, you also should strive together with me in your prayers to God. ചില സഭകളില്, In some churches, നമ്മുടെ സഭകളിൽ, in our churches, ദൈവമക്കളുണ്ട്. there are some children of God. അവര് ഫ്രീ ആയി സമയം കിട്ടുമ്പോൾ When they get free, അവര് ചില വ്യക്തി സഹോദരന്മാരെ കൂട്ടി
കൂട്ടി ആരാധനയാടി വന്ന് ദൈവസന്നിധി കരയും. Together with some other brothers, they will come to the meeting hall and cry. മുഴങ്കാലിൽ ഇരുന്ന് ദൈവസന്നിധി നിലവിളിക്കും. They will be on their knees and cry in God's presence. ആത്മാക്കളെ ആദായപ്പെടുത്തുവാൻ, In order to gain souls. ആത്മാക്കളെ രക്ഷിക്കുവാൻ, In order to save souls. ദൈവമക്കളുടെ ഉണർവിന് വേണ്ടി, For the quickening of the സഭയുടെ children of പുരോഗതിക്ക് വേണ്ടി, God. For the prosperity of the സൗഖ്യമില്ലാത്ത church. സൗഖ്യമില്ലാത്ത സൗഖ്യം ലഭിപ്പാൻ For all the sick to be healed. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ കൊട്ടാരിക സെന്ററിൽ ലോക്കലുണ്ട്. And there are some believers who pray so in our Kottarakara centers local too. കടമനാടിക്ക് അറിയാൻ വയ്യ, I do not know how it's in ഇല്ല Kadamnadu. ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. And if it's not found so, it should become so. ഇവിടെ സഭയിൽ കൂടുന്ന ദൈവമക്കളോടെല്ലാം പറയാണ്, To all the children of God who are gathered here for the Sunday service, നിങ്ങൾക്ക് അല്പസമയം കിട്ടിയാൽ when you get little time, നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക. go to God's presence and pray. നിങ്ങൾ രണ്ടുപേരായിരിക്കാം, You might be two. ദൈവം നിങ്ങളെ മാനിക്കും, God will honor you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, God will bless you. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, God will answer your നിങ്ങളുടെ prayer. പ്രാർത്ഥനയാൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും. Your assembly will be blessed because of your prayer. നമുക്ക് ശത്രുവിന്റെ പോരാടി ജയമെടുക്കാം, Let us all strive against the enemy and ആ become ദുഷ്ടശക്തിയോട് victorious. പോരാടി Let ജയമെടുക്കാം. us all strive against the wicked power and become victorious. ദൈവമക്കളെ, അങ്ങനെ പോരാടുന്ന മലപിടിക്കുന്ന ദൈവമക്കൾക്ക് ദൈവീയമായിട്ടുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. All the children of God who strive so, all the children of God who wrestle so, they can receive divine blessings. ദൈവത്തിന് മഹത്വം. Glory be to God. യൂദ 3-ാം വാക്യം വായിച്ചേ. Jude verse 3. യൂദ 3-ാം വാക്യം. പ്രിയരെ, പ്രിയനെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് വിശ്വാസത്തിന് വേണ്ടി ദൈവമക്കൾ പോരാടണം. Children of God should earnestly contend for the faith. നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ പോരാടണം, അല്ലെങ്കിൽ മല്ലു പിടിക്കണം. You have to strive, you have to wrestle in order to abide in the faith. വിശ്വാസത്തിൽ ദൈവമക്കളെ സൂക്ഷിക്കപ്പെടണം. Children of God should be preserved in faith. അങ്ങനെ സൂക്ഷിച്ചാൽ, If you are being preserved so, അങ്ങനെ പ്രാർത്ഥിച്ചാൽ, if you pray so, വെളിപ്പാട് പുസ്തകം 2:16 വായിക്കുമ്പോൾ, when we read in the book of Revelation chapter 2 and verse 16, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അവരോട് പോരാടും. I will strive against them. നീ മാനസാന്തരപ്പെട്. You repent. ഇല്ലെങ്കിൽ If not, ദൈവം തമ്പുരാൻ വാളുമായി വന്ന് പോരാടും. Lord God will fight against you with a sword. ദൈവകോപത്തിന് ഇരയായി തീരരുത്. And you should never become enslaved to the wrath of നമ്മൾ God. ദൈവകൃപയിൽ വളരണം. We should grow in the grace of God. ദൈവ സ്വഭാവത്തിൽ വളരണം. Grow in the divine natures of God. ദൈവ ശക്തിയിൽ വളരണം. Grow in the power of God. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That's what our God desires. ദൈവീയമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? What should we do in order to receive divine blessings? 1, പ്രാർത്ഥനാനുഭവം. You had to pray. 2, മല്ല പിടിക്കണം, 2, you had to wrestle. അല്ലെങ്കിൽ പോരാടണം. Or you had to strive. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദൈവീയമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പോരാടേണ്ട ദൈവമക്കളാണ്. Beloved children of God, we are the children of God who ought to strive for divine blessings always in our life. യാക്കോബ് സകലവിധമായിട്ടുള്ള അനുഗ്രഹമായിട്ട് മടങ്ങി വരുമ്പോൾ, Jacob, while returning with all his blessings which he got, അവന് എൻ്റെ ജ്യേഷ്ഠന്റെ അരികെ നിൽക്കണമെങ്കിൽ now in order to stand before his elder, ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കണം. he need to receive the blessings from God. എല്ലാവരെയും കടത്തിവിട്ടു. He had to make everyone go out. യാക്കോബ് തനിയെ ശേഷിച്ചു. And he was left alone. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, And he said so. ദൂതൻ വായിച്ച് മല്ലു പിടിക്കുകയാണ്. And now he's wrestling with the angel. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. I will not leave thee go except thou bless me. ചില കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ച് കുഞ്ഞുങ്ങൾ സാക്ഷി പറഞ്ഞല്ലോ, Some children who received the anointing testified, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. I want to receive a blessing. അതിന് ഉപവാസമെടുത്ത കുഞ്ഞുങ്ങളുണ്ട്. And there were children who fasted for ദൈവരെ it. മാനിച്ചല്ലോ, God did honor them. ദൈവരെ സഹായിച്ചല്ലോ, God helped them. ദൈവരെ അഭിഷേകം ചെയ്തല്ലോ. God anointed them. എത്ര വലിയ നല്ലവനാ ദൈവമാണ്. How good our God is. വാദിക്കുകയാണ്, They are arguing, മല്ലുപിടിക്കുകയാണ്. wrestling. എന്നെ സഹായിക്കണം, Help me. എനിക്കൊന്ന് അഭിഷേകം വേണം, I need anointing today. എനിക്ക് അനുഗ്രഹം വേണം, I need blessing. എനിക്ക് കൃപകൾ വേണം, I need graces. എനിക്ക് ദിവ്യമായിട്ടുള്ള ദൈവ നന്മകൾ എനിക്ക് വേണം. I need divine blessings. മല്ലുപിടിക്കണം, You have to keep on wrestling. എനിക്ക് എന്ത് വേണം? I need this. ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയാം, A youngster I know, അവന് ജോലിയില്ലാതെ അവൻ നിലവിളിക്കുക. he did not have a good occupation. He was crying. ഏത് മീറ്റിംഗ് വന്നാലും കരയും. For
Any meeting when he would come, he will cry. പെട്ടെന്ന് All of a sudden, ഒരു വീസ അവന് ലഭിച്ചു. a visa he got. നല്ലൊരു A ജോബ്. very good job. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ ദൈവമക്കളെ, അതിന്റെ രഹസ്യം എന്താ അറിയാമോ? Beloved children of God, do you know? ദൈവസന്നിധിയിൽ നിലവിളിച്ചു. He cried in God's presence. അങ്ങനെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. And he was crying with God and praying. മല്ല് പിടിച്ചു. Wrestling. എനിക്ക് തന്നേ മതിയാവും. I want it surely. എനിക്ക് ജോലി കിട്ടിയേ മതി. I need a job for sure. ഒരു പയ്യൻ ജോലിക്ക് വേണ്ടി മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി പോയി. And one of our boy, he went for a medical checkup before his job. ഒന്നാം പ്രാവശ്യം പോയപ്പോഴും ഔട്ട്. The first time he was out. രണ്ടാം പ്രാവശ്യവും കിട്ടിയില്ല. And second time also he failed. മൂന്നാം പ്രാവശ്യം എൻ്റെ അടുക്കൽ വന്നു. And the third time he came to me. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ എന്താ പോകുമ്പോൾ എനിക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാൻ എന്താ? I told him, asked him, why did you come here and get prayed before going? എല്ലാം കറക്റ്റാണ്. Everything was okay. അതിനകത്ത് ഉള്ളിൽ ഏതോ ഒരു ചെറിയ കറുപ്പ് പൊട്ട് കാണുന്നു. But a small black spot was found in him. ഒന്നും വലിയ കാര്യമൊന്നുമില്ല. No, there's no much. പക്ഷേ അവര് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. But they did not give the certificate. ഞാൻ പ്രാർത്ഥിച്ചയച്ചു. I prayed and sent him. നീ താഴാൻ പറഞ്ഞു. I told him, you have to humble yourself, cry. ദൈവസന്നിധി മുഴുവൻ കാലും മടക്കി. Be on your knees in God's presence. ജീവിതത്തിലുള്ള കുറവുകളെ കണ്ടുകൊണ്ടേ Admit all the faults in your life. ശത്രുവിന്റെ നീ പോരാടും. Strive against the enemy. അങ്ങനെ ഞങ്ങൾ ചില നിമിഷം പ്രാർത്ഥിച്ചു. And I prayed for him. പൊകളാൻ പറഞ്ഞു. I told him you can go. ആ ഘട്ടം അവന് പാസ്സായി. And that time he got passed. മെഡിക്കൽ ഹിറ്റ്. And he was medically fit. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ മെഡിക്കൽ ഹിറ്റ് ഓക്കെ പാസ്സായിരിക്കുന്നു. He got the certificate too and became medically fit. ദൈവമക്കളെ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിലേ ദൈവം തമ്പുരാൻ ചെയ്യൂ. Beloved children of God, only when we do that which we ought to do. മൂന്നാം പ്രാവശ്യം എന്നപ്പോൾ കറുപ്പ് കാണാനില്ല, വെളുപ്പ് കാണാനില്ല. For the third time when he went, neither the black spot nor white spot was there. എല്ലാം കറക്റ്റ്. Everything was okay. അതാര് മാറ്റി? Who changed it? കർത്താവ് സഹായിക്കും. Lord God helped. ഇതുപോലെ ആയിരിക്കണം ദൈവമക്കളെ, നമ്മൾ പോരാടണം. Even so, beloved children of God, we have to strive. പോരാടുമ്പോൾ ദൈവം നമുക്ക് യുദ്ധം ചെയ്യും. When we strive over, God will fight for us. ദൈവത്തിന് സ്തോത്രം. Praise be to God.